തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ നവചണ്ഡിക യാഗം ഡിസംബർ 7, 8 തീയതികളിൽ നടക്കും. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയുടെ നേതൃത്വത്തിലാണ് യാഗം. ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഡോക്ടർ രാമചന്ദ്രൻ അടികയുടെ നേതൃത്വത്തിൽ നവചണ്ഡിക യാഗം നടക്കും. ഡിസംബർ 7, 8 തീയതികളാണ് യാഗം നടക്കുക. ക്ഷേത്രത്തിനും ക്ഷേത്രേശന്മാർക്കും സമൂഹത്തിനും ശ്രേയസ് പ്രദാനം ചെയ്യുന്നതിനാണ് യാഗം ഒരുക്കിയിട്ടുള്ളത്. സാധാരണ ചണ്ഡിക ഹോമം, നവചണ്ഡിക യാഗം, ശതചണ്ഡി യാഗം 3 രീതിയിലാണ് നടക്കാറ്. നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്നത് നവചണ്ഡിക യാഗമാണ്. ഒരു 3 ദിവസമാണ് അതിൻ്റെ ചടങ്ങുകൾ വരിക. ആദ്യ ദിവസം വന്നു ആചാര്യന്മാർ 5 പേരുണ്ടാവും. വന്ന് 5:30 മണിക്ക് നമുക്ക് ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. ആചാര്യന്മാരെ സ്വീകരിച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുന്നു. അവിടെ ഒരു തട്ടത്തിൽ വസ്ത്രതാമ്പൂല ദക്ഷിണ വെച്ച് ആ ദേവന്, ഇവിടെ ഇപ്പോൾ തങ്കളത്ത് ഭഗവതിയാണ്, ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഭാരവാഹികളെല്ലാവരും കൂടി ആചാര്യ വരേണ്യം നടത്തും. അതിനുശേഷം ഈ ദേവനിൽ നിന്ന് അനുജ്ഞ മേടിക്കും. ഇത്രയും മഹത്തായിട്ടുള്ളൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അവിടെ നിന്ന് അതിനുള്ള അനുജ്ഞ ദേവനിൽ നിന്ന് മേടിക്കും. അതിനുശേഷം അവിടെ ഒരു നിലവിളക്ക് പ്രകാശിപ്പിക്കുന്നു. ആ നിലവിളക്കോടുകൂടി നമ്മൾ യാഗശാല പ്രവേശനം നടത്തുന്നു. ചണ്ഡിക യാഗത്തിന്റെ പ്രാധാന്യം സർവബാധ പ്രശ്നം, ദുരിത നിവാരണം, സർവമംഗളപ്രാപ്തി, അഭിഷ്ടസിദ്ധി, ആപത്ത് നിവാരണം എന്നിവയാണ്. യാഗത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് മേൽശാന്തി ഷാജി മൂകാംബിക, EN മണി, VR സുഗതൻ, വിമൽ ഗോപി, ഹരീഷ് തങ്കപ്പൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ പുരാതന കാലത്ത് പ്രതിഷ്ഠ നടന്ന തങ്കളം ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളി എന്ന പ്രതിഷ്ഠയാണ് തങ്കളത്തുള്ളത്. അതിനോട് അനുബന്ധമായിട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ വടക്കൻചുവ ക്ഷേത്രം ഉണ്ടെങ്കിൽ പോലും തങ്കളം ഭഗവതി ക്ഷേത്രത്തിൽ വടക്കൻചുവ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഒറ്റ ശ്രീകോവിൽ 3 പ്രതിഷ്ഠയാണ് ഉള്ളത്. ഒന്ന് വടക്കൻചുവ ഭഗവതി, രക്തചാമുണ്ഡി, കൊടുങ്കാളി എന്ന ഈ 3 പ്രതിഷ്ഠയാണ് അതിനകത്തുള്ളത്. മീഡിയ സിസ്റ്റി കോതമംഗലം.